ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഈവനിങ് ആയപ്പോൾ നമ്മൾ പയ്യാമ്പലം ബീച്ചിലേക്കാട്ടോ വന്നത്. ബീച്ചിലെത്തിയിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഹംദാൻ ഓടിയിട്ടുള്ളത് ആ ഒരു ടോയിൻ്റെ ഷോപ്പിലേക്കാട്ടോ. അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ചേരാമെന്നും പറഞ്ഞിട്ട് മൂന്നാളെ എങ്ങനെയെങ്കിലും ആയിട്ട് ബീച്ചിലേക്ക് എത്തിച്ചേട്ടാ. അങ്ങനെ കളിച്ച് അവർക്കെല്ലാം മതിയാകുന്നവരെ നമ്മൾ അവിടെ ഇരുന്ന് അവരെ നോക്കിയിരുന്നേട്ടാ. വീട്ടിൽ നിന്ന് എന്ത് ഫുഡാക്കി കൊടുത്താലും വേണ്ടാന്ന് പറയുന്ന ഇച്ചൂസിന് എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡ് വേണ്ടി വരും കേട്ടോ. അങ്ങനെ ബീച്ചിന്റെ സൈഡിൽ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുന്ന് ഒരു 5-6 കടിയും പിന്നെ ചായ എല്ലാം കൂടി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ 2-3 മാംഗോ ബാർ വാങ്ങിച്ച് കഴിച്ചിട്ടാ. അങ്ങനെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുള്ളത് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാനോട് നമ്മൾ പറഞ്ഞു ഡിസ്നി വേവ്സിൽ പോവാന്ന്. ഇതുവരെ അവിടെ നമ്മൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈം പോയിട്ടുണ്ടായിന്, പിന്നെ പോയിട്ടില്ല കേട്ടോ. ഇതുവരെ റൈഡ് കാര്യങ്ങൾക്കൊന്നും അവിടെ കയറിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ പിള്ളേരെയും കൊണ്ട് ഡിസ്നി വേവ്സിൽ ഉപ്പ കൊണ്ടാക്കി തന്നിട്ടോ. കാരണം ബീച്ചിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. കാരണം ബീച്ച് സൈഡ് എന്ന് പറഞ്ഞാലും കുറച്ച് പോവാനുണ്ട്. ബീച്ച് ലാസ്റ്റ് എൻഡിങ്ങിലാട്ടോ വരുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഇതാ പിള്ളേരെ 1-2 റൈഡിലെല്ലാം കയറ്റി. ഇവിടെ കയറുമ്പോൾ എൻട്രി ഫീസ് ആകാം 25 50 അങ്ങനെ എന്തോ ആട്ടാ, മറന്നുപോയി. പിന്നെ ഓരോ റൈഡിൽ കയറണമെങ്കിൽ 100 റുപ്പീസ് വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്തായാലും ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു എമൗണ്ട് ആവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. മെല്ലെ നമ്മൾ എസ്കേപ്പ് ആണെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മക്കളെല്ലാം ഓരോ റൈഡിൽ കയറിയപ്പോൾ പിന്നെ എനിക്കും എൻ്റെ അനിയത്തിക്കും ഭയങ്കര ആഗ്രഹമായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു റൈഡിൽ കയറണ്ടേ. അങ്ങനെ ഇതാ നമുക്ക് രണ്ടാൾക്കായിട്ട് ഇത് ഓണാക്കി തന്നതാട്ടാ. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഒരു 2 റൗണ്ട് അധികം എടുത്തിട്ടുണ്ടായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് എൻജോയ് ചെയ്ത്. എൻ്റെ അനിയത്തിൻ്റെ മോന അവളെ ആ സീറ്റിലിരുത്തി, എൻ്റെ ഐബുവിനെ എൻ്റെ സീറ്റിലിരുത്തി. ഇച്ചൂസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചൂസിന് ഭയങ്കര പേടിയാണ്. മൂപ്പര് വിളിച്ചിട്ട് കുറച്ച് ഡിമാൻഡെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പേടിച്ചിട്ടാണ്. അങ്ങനെ ഓനെ നമ്മൾ കാറിൽ കയറ്റി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടാ.